സർ സർ എത്ര തിന്നിട്ട് കാര്യമില്ല, അവരകത്തില്ല. ഇവിടെ ഉണ്ടായെന്നുള്ള നേര് തന്നെ. ആ എന്നിട്ട് എവിടെയാടാ? നാടകം കളിക്കാണോ നീയൊക്കെ? സർ സത്യമാണ് പറയുന്നത്. കുറച്ചു മുന്നേ പുതിയ കള്ളങ്ങൾ ഉണ്ടാക്കിയതാണോ? ഇല്ല സാറേ, സത്യമാണ് പറയുന്നത്. പിന്നെ വലിയ ഹരിചന്ദ്രന്മാരാവണ്ട. അവളെയൊക്കെ കിട്ടിയില്ലെങ്കിലേ 2 കൊലപാതകങ്ങൾ കൂടി നിന്റെയൊക്കെ തലയിൽ വെച്ച് കെട്ടിത്തരും. പിന്നെ വലിയ ഹരിചന്ദ്രന്മാരാവണ്ട. അവളെയൊക്കെ കിട്ടിയില്ലെങ്കിലേ 2 കൊലപാതകങ്ങൾ കൂടി നിന്റെയൊക്കെ തലയിൽ വെച്ച് കെട്ടിത്തരും. എടാ, നിനക്കൊക്കെ പഠിപ്പും വിവരം ഉണ്ടല്ലോടാ. എന്നിട്ടാണോ കൊലക്കേസ് പ്രതികളെ വീട്ടിൽ കയറ്റി താമസിപ്പിക്കുന്നത്? ഒരു തവണ സംശയം തോന്നി നിന്റെയൊക്കെ അടുത്ത് ഞങ്ങൾ വന്നതാ. അന്ന് നീയൊക്കെ ഒളിച്ചു വെച്ചു. സത്യം പറ, ഈ കൊലപാതകങ്ങളുമായിട്ട് നിങ്ങൾക്ക് എന്താ ബന്ധം? അതോ നീയൊക്കെ തട്ടിയിട്ട് ആ പെമ്പിള്ളയുടെ തലയിൽ വെച്ച് കെട്ടിയതോ? അയ്യോ സാറേ, അങ്ങനെയൊന്നുമില്ല. ഇനി കരഞ്ഞിട്ടും വിളിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ഉറപ്പായും നീയൊക്കെ അകത്ത് പോകും. കൂടെതാ ഇവളും. സാറേ സാറേ ഞങ്ങൾ ആരെയും കൊന്നിട്ടില്ല. പിന്നെ എന്തിനാടാ ഒരുത്തിയെ ഒളിപ്പിച്ച് താമസിപ്പിച്ച് ഒരുത്തിയെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ടുവന്നു? ഒന്നും മനഃപൂർവ്വമല്ല സാറേ, അറിയാതെ വന്ന് കയറിയ മാറണമാണ്. ഒന്നീന്ന് രക്ഷപ്പെടാൻ വേണ്ടി മറ്റൊന്നിലേക്ക് പോകേണ്ടി വന്നതാ. കൈവിട്ടു പോയി സാറേ. പേടിച്ചിട്ടൊന്നും പുറത്തു പറയാതിരുന്നത്. നിങ്ങൾക്കെങ്ങനെയാ സാറേ പരിചയം? പറയാം സാറേ.
പറഞ്ഞേ? കൊന്നെന്നോ? അതെടാ, ഞാൻ കൊന്നിട്ടുണ്ട്, സത്യമാണ്. രണ്ടെണ്ണത്തിന്. ഒന്ന് അവളുടെ ഒരു കാമുകനുണ്ടായിരുന്നു, ശംഭു. അവനെയാണ് ആദ്യം കൊന്നെ. പിന്നെ അവന്റെ ചേട്ടൻ മധു. ഇതൊക്കെ ശരിയാണ്, സമ്മതിക്കാം. പക്ഷെ പ്രശ്നം ഇവിടം കൊണ്ടൊന്നും തീരുന്നില്ലല്ലോ. അവരെവിടെ? അവരെ കിട്ടുന്നത് വരെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. നിങ്ങൾ ഞങ്ങളോടൊപ്പം വന്നേ പറ്റൂ. ബാക്കിയെല്ലാം ഓഫീസ് ചെന്നിട്ട്. സർ, ഇവളെങ്കിലും ഇതിൽ നിന്ന്. അതെങ്ങനെ പറ്റും? കൂട്ടുപ്രതിയല്ലേ? ഓരോന്നും ചെയ്ത് കൂട്ടുമ്പോൾ ആലോചിക്കണം, ഈ നാട്ടിലെ നിയമവും പോലീസും ഒക്കെ ഉണ്ടെന്ന്. 3 പേരും എൻ്റെ കൂടെ വന്നേ പറ്റൂ. ആ, അവരെ കിട്ടട്ടെ. അപ്പം ആലോചിക്കാം നമുക്ക് നിന്റെയൊക്കെ കാര്യം. ആ, നിനക്ക് കരുക്ക് വേണ്ടേ? എന്തായിരുന്നു? വാ. നല്ല ദാഹം. വാ, 2 കരിക്ക്. വേണ്ടാത്ത ചിന്ത എന്തെങ്കിലും നിന്റെ മനസ്സിൽ തോന്നിയോ? നിന്റെ തലയിൽ ഓടിക്കിടന്ന് ഉരുളും. എനിക്കിനി ഒന്നും നോക്കാനില്ല. ഇങ്ങനൊരു സമയത്തിനാ ഞാൻ കാത്തിരുന്നത്. ഇങ്ങോട്ട് വാടി. കയറെടുക്ക്, കയറെടുക്കാൻ. നിങ്ങളത് എടുത്തില്ലെങ്കിലുണ്ടല്ലോ, നിങ്ങൾ കാരണം ഒരു ഇവളുടെ മരണം. വേഗം എടുക്കാൻ. എടുത്തേ കേട്ട്. അടങ്ങി നിക്കടി, വേഗം കേട്ട. എന്ത് സാറാ? കേട്ട് സെറ പോലും. ഫോണുണ്ടോ കയ്യില്? ഉണ്ട്. ഫോൺ എടുക്ക. തായിങ്ങോട്ട്. ഹലോ, എവിടെ? ഇതാരാ? അതൊരു പെൺകുട്ടി ഒന്ന് കെട്ടിയിട്ടതാ. എന്താ ഇവിടെ നടന്ന്?
എന്തിനാ അവളോടെ? നിങ്ങൾ വരുന്നതിന് തൊട്ട് മുമ്പ് ഇവിടെ നിന്ന് പോയി. ഞാനൊന്ന് നോക്കിയിട്ട് വരട്ടെ സാർ. ആ വേണ്ടടോ, താനിപ്പോ പിന്നാലെ പോയാലും കിട്ടാൻ പോകുന്നില്ല. ഇപ്പൊ വേണ്ടത് ഇവിടെയാ. കയറഴിച്ചിട്ട് ഇവളെ പിടിച്ച് ജീവിക്കരുത്. സാർ സർ ഞാനൊന്നും ചെയ്തിട്ടില്ല സർ. ഞാനല്ല സർ. മിണ്ടായിരിക്കടി. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. നീ ഒന്നും ചെയ്തിട്ടില്ലെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ദേ ചെറിയ 2 കൊലപാതകം. ആ അത് വലിയ കുറ്റമൊന്നുമല്ലോ അല്ലേ? 2 പേരെ കൊന്നിട്ട് നിന്ന് ന്യായം പറയുന്നോ? നീ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ നടത്തിയ കൊലവിളി ഉണ്ടല്ലോ, അതെല്ലാം ഈ ഫോണിലുണ്ട്. ഇത് മാത്രം മതി നിന്നെ പൂട്ടാൻ. കുറെ കാലം ഞങ്ങളെ മണ്ടന്മാരാക്കി കറങ്ങി നടന്നില്ലേ? അതിന് പലിശയും ചേർത്ത് നിനക്ക് തരുന്നുണ്ട്. നീ ഇനി പുറം ലോകം കാണില്ല. പിടിച്ച് കേട്ടോ അവിടെ. നടക്കടി ഇങ്ങോട്ട്, നടക്കടി. ഇവളെ കിട്ടിയ ഒറ്റ കാരണത്താലും നിങ്ങൾ പറഞ്ഞതിൽ എവിടെയോ സത്യമുണ്ടെന്ന് ബോധ്യമായതിനാലും തൽക്കാലം ഞാൻ നിങ്ങളെ എന്റെ ജാമ്യത്തിൽ വിടുന്നു. ആ ചില ഫോർമാലിറ്റീസ് ഉണ്ട്. എല്ലാ എണ്ണവും എൻ്റെ ഓഫീസിൽ വന്ന് സൈൻ ചെയ്യണം. ഞാൻ വിളിക്കുമ്പോൾ വരണം. പിന്നെ ആ പോയവള്, അവളെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയാ അപ്പം എന്നെ അറിയിക്കണം. അവളെ കൂടി കിട്ടിയാലേ നീയൊക്കെ ഈ കേസിൽ നിന്ന് പൂർണ്ണമായിട്ടും ഒഴിവാകൂ. ആ സാർ. ആരുടെയൊക്കെ ഭാഗ്യം കൊണ്ടാ നീയൊക്കെ ഇപ്പം ഇതിന് രക്ഷപ്പെടുന്നത്. ഇനിയെങ്കിലും ജീവിതത്തിൽ ഇതുപോലുള്ള വയ്യാവേലികൾ എടുത്ത് തലയെ വെക്കാതെ നോക്കിക്കോണം. എന്നിട്ട് നല്ല രീതിയിൽ ജീവിക്കാൻ നോക്ക്. മനസ്സിലായോ? എല്ലാത്തിനെയും തുടക്കം ഇവള് തന്നെയാ. ഇവൾ അറിഞ്ഞുകൊണ്ട് തന്നെ എല്ലാം നടത്തിയിരിക്കുന്നത്. ബുദ്ധി കൂടുന്നതൊക്കെ നല്ലത് തന്നെയാ. പക്ഷേ അത് നല്ല രീതിയിൽ ഉപയോഗിച്ചില്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കും. ജീവിതകാലം മുഴുവൻ ജയിലിൽ കിടക്കാം. നീ വിഷമിക്കണ്ടടി. നിന്റെ കൂട്ടുകാരിയെ ഉടനെ നിന്റെ അടുത്ത് എത്തിക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് അവളെ കണ്ടെത്തണം. പറഞ്ഞു കേട്ടിടത്തോളം ഇവളുടെ അത്രയും ഫ്രോഡല്ല അവള്. സാഹചര്യങ്ങൾ കൊണ്ട് അങ്ങനെ ആയിത്തീർന്ന. ആ മനു എന്ന് പറയുന്നവന്റെ ബൈക്കുമായിട്ടാണ് അവള് പോയിരിക്കുന്നത്. ഒരു ലിഫ്റ്റ് തരാവോ? എവിടേക്കാ? വാ കയറ്.
ADN Gold TV, ഏഷ്യാനെറ്റ് ഡിജിറ്റൽ നെറ്റ്വർക്കിൽ ചാനൽ നമ്പർ 109.